CPM അംഗത്വത്തിൽ നിന്നും സ്വയം ഒഴിവായിട്ടുള്ള മുൻ DYFI നേതാവ് മനു തോമസിൻ്റെ വെളിപ്പെടുത്തലുകൾ പുള്ളി കണ്ണൂരിലെ പി ജയരാജനെ വെട്ടിലാക്കുകയാണ്. അണികൾക്കിടയിൽ PJ എന്ന ആവേശത്തോടെ വിളിക്കപ്പെടുന്ന നിസ്വാർത്ഥനും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന നേതാവുമാണ് ഇമേജ് തകർന്നു വീഴുന്ന പി ജയരാജൻ. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിൻ്റെ സംരക്ഷകൻ പി ജയരാജനാണ് എന്നും അതിവിപുലമായിട്ടുള്ള ബിസിനസ് ബന്ധങ്ങൾ പി ജയരാജനും മകനും കേരളത്തിലും ഗൾഫിലുമുണ്ടെന്ന അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മനു തോമസ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഉയർത്തിക്കാട്ടിയത്. അവിടെ പി ജയരാജൻ്റെ തനിക്കെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്കുള്ള കണ്ടന്റ് നൽകാൻ ആണ് എന്നുള്ള മനുവിൻ്റെ ആരോപണം. ഇതോടെയാണ് ഇവർ തനിക്കെതിരെ കൊലവിളി മുഴക്കി ആഘോഷം ആരംഭിച്ചത് എന്നുള്ള വെളിപ്പെടുത്തൽ പാർട്ടിയെ ഗ്രസിച്ച പ്രതിസന്ധിയുടെ ആഴമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് ഫേസ്ബുക്ക് വഴിയാണ് ഇപ്പോൾ അടി നടക്കുന്നത്. പി ജയരാജൻ്റെ മകൻ ജെയിൻ രാജാണ് സ്വർണ്ണപ്പൊട്ടിക്കലിൻ്റെ കോർഡിനേറ്റർ എന്ന് പച്ചയ്ക്ക് പറഞ്ഞതോടുകൂടിയാണ് ഉന്നത നേതാവിലേക്ക് സംശയത്തിൻ്റെ മുൾമുന നീളുന്നത്. തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കൊലവിളി നടക്കുന്ന ആകാശ് തില്ലങ്കരിയെയും അർജുൻ ആയിങ്കിയെയും പാർട്ടി കണ്ണൂർ ജില്ലാ നേതൃത്വം തള്ളിപ്പറഞ്ഞിട്ടും പി ജയരാജൻ എന്തിനാണ് സംരക്ഷിക്കുന്നത് എന്നാണ് മനു തോമസിൻ്റെ ചോദ്യം. ഇതോടെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട പ്രതിസന്ധിയിലാണ് ജയരാജൻ എത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇവർ എത്തിച്ചിരിക്കുന്നത്. റെഡ് ആർമി എന്ന സോഷ്യൽ മീഡിയ കൊട്ടേഷൻ സംഘത്തിൻ്റെ കോർഡിനേഷൻ വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ പി ജയരാജൻ്റെ മകൻ ജെയിൻ രാജാണ് കോർഡിനേഷൻ ചെയ്യുന്നത് എന്നാണ് മനു തോമസ് ഉയർത്തുന്ന ആരോപണം. താൻ എന്തുകൊണ്ടാണ് പി ജയരാജൻ്റെ കണ്ണിലെ കരടായി മാറിയത് എന്ന് അറിയില്ല എന്നും തങ്ങൾ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ലെന്നുമാണ് മനു തോമസ് പറയുന്നത്. പക്ഷേ എന്നാൽ ഇവിടെ താൻ സംവാദത്തിന് വിളിച്ചപ്പോൾ ജയരാജൻ അസഹിഷ്ണുത കാണിക്കുകയാണ്. താൻ ഉന്നയിച്ച ചില കാര്യങ്ങളിൽ ജയരാജന് അസഹിഷ്ണുത ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. പാർട്ടിക്കുള്ളിലെ ചില നേതാക്കളുടെ സംരക്ഷണം കിട്ടിയതുകൊണ്ടാണ് കൊട്ടേഷൻ സംഘങ്ങൾ ഇന്ന് വടുവൃക്ഷങ്ങളായി വളർന്നിരിക്കുന്നത് എന്നും അന്ന് ഇവരെയും കൂട്ടി കാറിൽ സഞ്ചരിച്ചത് ചില നേതാക്കളാണ്, ഇന്ന് ഈ കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടിക്ക് തന്നെ തലവേദനയായി മാറിയിരിക്കുകയാണ് എന്നും നേരത്തെ പാർട്ടി ഇവരെയൊക്കെ തള്ളിപ്പറഞ്ഞതാണ് എന്നുകൂടി മനു തോമസ് പ്രതികരിച്ചു. സ്വന്തം ഫാൻസിന് വേണ്ടിയാണ് തനിക്കെതിരെ ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്നും ജയരാജനും മകനും വിദേശത്തുൾപ്പെടെ ബിസിനസ്സുകൾ ഉണ്ട് എന്നുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണം തെറ്റിദ്ധരിത്തൽ ചർച്ച നടക്കുന്ന വേളയിൽ മനു തോമസ് ഉന്നയിക്കുകയും ചെയ്തു. അതോടുകൂടി ജയരാജൻ വെട്ടിലായി. നേരത്തെ പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞതിനു ശേഷം നടന്ന ജില്ലാ കമ്മിറ്റി ആ യോഗത്തിൽ കണ്ണൂരിലെ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് കൊട്ടേഷൻ സംഘത്തെ പി ജയരാജൻ വളർത്തുകയാണ് എന്ന ആരോപണം ഉയർത്തിയിരുന്നു. ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കരിയും ഒക്കെ പാർട്ടിയെ തിരിഞ്ഞുകൊത്തുകയാണ് എന്നായിരുന്നു അദ്ദേഹം ഉന്നയിച്ച ആരോപണം. ഇതേ തുടർന്നാണ് പി ജയരാജനുമായി വാക്പോർ ഉണ്ടാവുകയും കയ്യാങ്കളിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. അന്ന് മേൽക്കമ്മിറ്റിക്ക് വേണ്ടി പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് ഇരുവരെയും യോഗത്തിൽ നിന്ന് പിടിച്ചുമാറ്റി അനുനയിപ്പിച്ചത്. ഈ സംഭവത്തിന് ശേഷം ഇരു നേതാക്കളെയും പാർട്ടി സംസ്ഥാന നേതൃത്വം അന്ന് ശാസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനുശേഷം പാർട്ടിയിൽ നിന്നും പൂർണ്ണമായിട്ടും അകറ്റി നിർത്തപ്പെട്ട പി ജയരാജൻ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതോടെ മുഖ്യധാരയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ ഒരു ദുർഭൂതം പോലെ ഈ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പാർട്ടിയിൽ നിന്നും പുറത്തുപോയ ഒരു യുവ നേതാവ് തന്നെ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇത് വലിയ പ്രതിസന്ധിയായി മാറി. അതേസമയം പി ജയരാജനെ സംഭവത്തിന് ക്ഷണിച്ചപ്പോൾ കൊലവിളിയുമായി എത്തിയത് കൊട്ടേഷൻ സംഘങ്ങളാണ് എന്നും മാഫിയ സംഘത്തിലെ തലവന്മാരാണ് എന്നും CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടുപോയ മനു തോമസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ആരോപണം ഉന്നയിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? പി ചന്ദ്രശേഖരൻ ഷുഹൈബ് വധങ്ങൾ വിപ്ലവമായിരുന്നില്ല എന്നും വൈകൃതമായിരുന്നു എന്നും തന്നെ ഭീഷണിപ്പെടുത്താൻ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നതിന് മറുപടി പറയേണ്ട ബാധ്യത CPM നേതൃത്വത്തിനാണ് എന്നും മനു പറയുന്നു. ജനിച്ചാലൊരിക്കൽ മരിക്കണം, അത് നട്ടല് നിവർത്തി സമരം ചെയ്യുന്നതിടെ ആയിരിക്കണമെന്നാണ് പറയുന്നത്. ഒറ്റയ്ക്കായാലും സംഘടനയിൽ നിന്നുകൊണ്ടായാലും അങ്ങനെ തന്നെ ആകട്ടെ. ആരാൻ്റെ സ്വപ്നം തകർത്ത് കിട്ടുന്ന സന്തോഷത്തിലോ കൊട്ടേഷൻ മാഫിയ സ്വർണ്ണപ്പണത്തിൻ്റെ തിളക്കത്തിലോ ഡിവൈൻ കമ്മ്യൂണിസ്റ്റ് ഫാൻസ് പരിവേഷത്തിലോ അഭിരമിക്കുന്നവർക്ക് അതറിയണമെന്നില്ല. കൊല്ലാനാകും, പക്ഷേ നാളെയുടെ നാളുകൾ നിശബ്ദമായിരിക്കില്ല എന്നും അതുകൊണ്ട് തെല്ലും ഭയമില്ല എന്നും ആണ് മനു തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു വെച്ചത്. മനു തോമസിൻ്റെ ഈ വാദഗതികൾ എന്ന് പറയപ്പെടുന്നത് ഷുഹൈബ് വധത്തിലേക്കും TP ചന്ദ്രശേഖരൻ വധത്തിലേക്കുമുള്ള ഒരു വെളിപ്പെടുത്തലുകളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വലിയ വെളിപ്പെടുത്തലുകൾ ചിലപ്പോൾ മനു തോമസ് ചെയ്തേക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വലിയ വലിയ നേതാക്കളുടെ തലകൾ ഉരുളുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. മനു തോമസ് CPMനെതിരെ ഇങ്ങനെ വാളോങ്ങി തുടങ്ങിയപ്പോൾ ഒരു ഭാഗത്ത് അബ്ദുള്ളക്കുട്ടി BJPയിലേക്ക് മനു തോമസിനെ ക്ഷണിക്കുന്നു, മറ്റൊരു ഭാഗത്ത് നിന്ന് അവിടുത്തെ കണ്ണൂർ DCC കോൺഗ്രസ്സുകാർ കോൺഗ്രസിലേക്ക് മനു തോമസിനെ ക്ഷണിക്കുന്നു. എത്ര വലിയ ആചാരങ്ങളാണ് ഈ നാട്ടിൽ നടക്കുന്നത്! ഒരാൾ പാർട്ടിയിൽ നിന്ന് വിടുന്നു, പാർട്ടിക്കെതിരെ തിരിഞ്ഞുകൊത്തുന്നു,
പാർട്ടിയെ നഖശികാന്തം എതിർക്കുന്നു, പാർട്ടിയെ വെള്ളം കുടിപ്പിക്കുകയാണ് മനു തോമസ്. ഇനി മനു തോമസ് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഷുഹൈബ് വധവുമായി ബന്ധപ്പെട്ടിട്ടും ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെളിപ്പെടുത്തലുകൾ കൂടി നടത്തിയാൽ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി ചാരമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കണ്ണൂർ ലോബിയിൽ തുടങ്ങി കണ്ണൂർ ലോബിയിൽ തന്നെ അവസാനിക്കുന്ന തരത്തിലേക്ക് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം വളരുകയും തളരുകയും ചെയ്യുകയാണ്.